എൻ്റെ പേര് ഷിജു ജോർജ്. ഞാൻ പത്തനംതിട്ട കോന്നി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞത് 1 വർഷം മുമ്പ് എൻ്റെ ലിവറിന് ഒരു ലീഷൻ, ചെറിയൊരു മുഴ പോലെ കാണപ്പെട്ടു. അത് ആദ്യത്തെ സ്കാനിങ്ങിൽ അത് കുഴപ്പമില്ലെന്നും അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ഡോക്ടർ പറഞ്ഞു. ഈ മാസം ഞാൻ അവധിക്ക് വരാൻ നേരത്തെ വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ വീണ്ടും MRI സ്കാനിന് സജസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് വെയ്റ്റ് ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചിലപ്പോൾ അത് ക്യാൻസറസ് സെല്ലാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് MRI സ്കാൻ എടുത്താൽ മാത്രമേ പൂർണ്ണമായൊരു ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപാടെ ഞാൻ ശരിക്കും പേടിച്ചു. പക്ഷേ എനിക്ക് ആകെയുള്ളൊരു പിടിവള്ളി എന്ന് പറയുന്നത് ഈ കാര്യം ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ എടുത്ത് പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു. ആ ഒരു ബലത്തിലായിരുന്നു ഞാൻ നിന്നത്. ഈ MRI സ്കാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ആലയത്തിൽ വരുവാനും ഇവിടെ പ്രാർത്ഥിക്കുവാനും ദൈവം എനിക്ക് ഇടവരുത്തി. MRI സ്കാനിന് മുമ്പ് ഇവിടുന്ന് എടുത്ത ആ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടുവാനും കൃപാസനത്തിലെ ആ സുഹൃത ജപം, കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ആ MRI സ്കാൻ ചെയ്ത പൂർണ്ണമായ വേളയിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. MRI സ്കാൻ റിപ്പോർട്ട് നോർമൽ ആകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ചയും നേർന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഡോക്ടറിനെ വീണ്ടും കൺസൾട്ട് ചെയ്തു വിത്ത് MRI സ്കാൻ റിപ്പോർട്ടുമായിട്ട്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു MRI സ്കാൻ നോർമലാണ്, അതിൻ്റെ അകത്ത് ക്യാൻസറസിൻ്റേതായിട്ടുള്ള യാതൊരു സിംറ്റംസും ഇല്ല, അതൊരു ചെറിയ മുഴ മാത്രമേ ഉള്ളൂ, നിനക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അതിന് നീ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കേണ്ടെന്ന് ആ ഡോക്ടർ എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ വളരെ പേടിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. കാര്യം ഇനിയൊരു സർജറിയും കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ പേടിയായിരുന്നു. പക്ഷെങ്കിൽ ഒരു മരുന്ന് പോലും ഡോക്ടർ അതെനിക്ക് സജസ്റ്റ് ചെയ്തില്ല. അത് സാധാരണയാണ്, നീ ഒന്നും പേടിക്കണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ അടുത്ത മാസം 10-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിലേക്കുള്ള PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മാസക്കാലമായിട്ട് ഇത് തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു. ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറുകയും 10-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും ന്യൂസിലാൻഡിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ഇവിടെ ഉടമ്പടി എടുക്കുവാനും ദൈവം എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ ദൈവമാതാവിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാനാണെങ്കിൽ അനാഥാലയത്തിലുള്ള ആഹാരത്തിനുള്ള പണം ഞാൻ കൊടുക്കുമെന്നുണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനൊരു നേഴ്സാണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു. വചനത്തിൻ്റെ ഓരോ വാക്കുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് മനസ്സ് തകർന്നിരുന്ന സമയങ്ങളിൽ അവരോട് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുമായിരുന്നു. അതുപോലെ തന്നെ കൃപാസനം പത്രം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ കൊടുക്കുവാനും ഞാൻ ശ്രമിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി.